ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ കിച്ചൺ. ഞാൻ ഷൈൻദീപ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു പെപ്പർ ചിക്കനാണ്. അത് എല്ലാവരും ഉണ്ടാക്കുന്ന പോലെയല്ല, ഒരു വ്യത്യസ്തമായ രുചിയിൽ, ഒരു വ്യത്യസ്തമായ വെറൈറ്റിയിൽ ഒരു പെപ്പർ ചിക്കൻ. അപ്പം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ പുറത്തു നിന്നുള്ള കുക്കിംഗ് എല്ലാം കുറച്ച് കാലത്തേക്ക് ഉള്ളിലേക്ക് മാറ്റി. ഇനി ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഓയിൽ 500 ഗ്രാം, ചിക്കൻ 3 കിലോ, വലിയ ഉള്ളി 5 എണ്ണം, 2 മുട്ട, 250 ഗ്രാം കോൺഫ്ലവർ, 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി, ഒരു 7 ടേബിൾ സ്പൂൺ സോയാ സോസ്, 3 ക്യാപ്സിക്കം, മല്ലിയില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുരുമുളക് പൊടി, കുറച്ച് ടൊമാറ്റോ സോസ്. ഇനി ഒരു സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ച് ചിക്കൻ ഒന്ന് കുറച്ച് നേരം വേവിക്കണം, ഒരു പകുതി വേവ്. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് അതിലൊരു 3 സ്പൂൺ കുരുമുളക് പൊടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുക. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിലേക്ക് കോൺഫ്ലവർ, 2 മുട്ട, ഇതെല്ലാം ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിൽ ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് സോയാ സോസ്, കുറച്ച് വിനീഗറും. ചിക്കൻ ഒന്ന് പറക്കുമ്പോൾ അതിലേക്ക് ഒരു 3 സ്പൂൺ വിനീഗർ ഒഴിക്കുക. ഇതെല്ലാം ഇട്ട് ഈ ബാറ്റർ നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പം ചിക്കൻ ചെറുങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്, ഒരു ഹാഫ് ബോയിൽ ആയിട്ടുണ്ട്. ഒരുപാടങ്ങ് വേവിക്കണ്ട, ഒരു പകുതി വേവ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. ചിക്കൻ പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നേരത്തെ മിക്സ് ചെയ്ത കോൺഫ്ലവറിലിട്ടിട്ട് ചിക്കൻ നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൗ കത്തിക്കുക. എന്നിട്ടൊരു പാൻ വെച്ചെടുക്കുക. പാനിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിക്കുക. ഇതിപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചായിട്ട് ചിക്കൻ്റെ മിക്സ് ചെയ്ത പീസ് ഇട്ടെടുക്കുക. ഒരുപാടൊന്നും ഇടണ്ട, ഒരു പാന് ഫുള്ളായിട്ടൊന്നും ഇടണ്ട, ഏകദേശം കുറച്ചിട്ട് കൊടുത്താൽ മതി. ഈ ഒരു പരിവാകുമ്പോൾ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഒരുപാട് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ അവസാനത്തെ നമ്മളെ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഫ്രൈ ചെയ്ത ചിക്കന് ഒരു ഗ്രേവി വേണം. അപ്പോൾ ആ ഗ്രേവിക്ക് വേണ്ടിയിട്ട് സ്റ്റൗ കത്തിച്ച് ഒരു പാന് വെക്കുക. പാന് ചൂടാകുമ്പോൾ അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഓയിൽ ഉണ്ടായിരുന്നു, ആ സെയിം ഓയിലിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2-3 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് വെളുത്തുള്ളി ചേർക്കുക. ഇനി ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാത്തിൻ്റെ പച്ചമണം മാറുമ്പോൾ വലിയുള്ളി ചേർക്കുക. പുതിയൊരു വീഡിയോഗ്രാഫർ വന്നിട്ടുണ്ട്.
ഞാൻ എടുക്കുന്നത് ശരിയില്ല, അവൻ എടുക്കുന്നത് ശരിയില്ല എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്തെല്ലാം ഷൂട്ടിംഗ് അല്ലേ ഇവിടെ. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ക്യാപ്സിക്കം ചേർക്കുക. ഇനി ക്യാപ്സിക്കം ഉള്ളിയെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ബോയിൽ ചെയ്തപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു. ഇനി അതും കൂടി ഇതിൽ ചേർത്ത് നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുക. ഇനി ഗ്രേവിയെല്ലാം വറ്റി വരുമ്പോൾ ഒരു 3-4 സ്പൂണ് സോയാ സോസ് ചേർക്കുക. ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 3 സ്പൂണ് ടൊമാറ്റോ സോസ് അതുകൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് മല്ലിച്ചപ്പ് ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് ചിക്കൻ കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, ആ പെപ്പറിൻ്റെയൊക്കെ ഒരു സ്മെല്ല്. പെപ്പർ ചിക്കൻ ഇവിടെ റെഡിയായി. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.